السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وآله وصحبه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل لن يصيبنا إلا ما كتب الله لنا هو مولانا وعلى الله فليتوكل المؤمنون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, ആദരണീയരായ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിൽ നേടിയെടുത്ത തഖ്വ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം നിലനിർത്തി പോരുവാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരണീയമായ മാതൃകകളെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പുലർത്തിപ്പോരുവാൻ എവിടെ വെച്ചെപ്പോൾ എങ്ങനെ മരണപ്പെടുകയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തരായ ദാസന്മാരായി മരിക്കുവാനിടയാകുന്നവരിൽ ഉൾപ്പെടുവാൻ സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും മാതൃകായോഗ്യരായ മുത്തഖികളായി തീരുവാൻ അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു സത്യവിശ്വാസി എന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ വിശ്വാസത്തോട്, നമ്മുടെ ആദർശത്തോട് ഏറ്റവും അധികം ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, അതല്ലെങ്കിൽ ഒരിക്കലും അടർത്തി മാറ്റാൻ കഴിയാത്ത വണ്ണം പരിശുദ്ധ തൗഹീദിന്റെ അവിഭാജ്യ ഘടകമായ വിശ്വാസമാണ് തവക്കുലുമായി ബന്ധപ്പെട്ടുള്ളത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ തവക്കുലിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ലൈസ തൗഹീദു ഇല്ലാ ബിത്തവക്കുൽ വലൈസ തവക്കുലു ഇല്ലാ ബിത്തൗഹീദ്. ഇദാ റുഫിഅൽ വാഹിദു റുഫിഅൽ ആഖർ. തൗഹീദില്ലാതെ തവക്കുലില്ല, തവക്കുലില്ലാതെ തൗഹീദുമില്ല. രണ്ടിലൊന്ന് നഷ്ടപ്പെട്ടാൽ രണ്ടും നഷ്ടപ്പെടലായിരിക്കും ഫലം. അത്രമാത്രം ഗഹനവും ഗൗരവമേറിയതും പ്രാധാന്യമേറിയതുമാണ് വിഷയം. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകൾക്ക് ആദ്യ അവസാനം
മനസ്സു കൊടുക്കണം. വക്കല യുവക്കിലു തവക്കുൽ എന്നാൽ ഭാഷാപരമായി അർത്ഥം ഒരു ഉത്തരവാദിത്തം മറ്റൊരാളെ വിശ്വാസപൂർവം ഏൽപ്പിക്കുക എന്നാണ്. മതപരമായി സാങ്കേതികമായി ചർച്ചക്കെടുത്താൽ ഒരു ലക്ഷ്യത്തിനു വേണ്ടി നിയമിക്കപ്പെട്ടതും കഴിവിൽപ്പെട്ടതുമായ പ്രവർത്തനങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്തതിനു ശേഷം ആ ലക്ഷ്യത്തിന്റെ സാഫല്യത്തിനു വേണ്ടി, സാക്ഷാത്കാരത്തിനു വേണ്ടി ആ ലക്ഷ്യം പൂർത്തീകരിച്ചു തരുവാൻ കഴിയുന്ന ഒരു കേന്ദ്രത്തെ ഏൽപ്പിക്കുക, ആ കേന്ദ്രത്തിൽ പ്രതീക്ഷയർപ്പിക്കുക എന്നാണ് അർത്ഥം. നിരന്തരം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ പരിശ്രമം ചിലതെല്ലാം പൂർണ്ണാർത്ഥത്തിൽ സാഫല്യമടയാറുണ്ട്, മറ്റു ചിലതെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി നടപ്പാവാറുണ്ട്. എന്നാൽ ഭൂരിഭാഗവും നമ്മുടെ പ്രതീക്ഷ അസ്ഥാനത്താകുന്ന രൂപത്തിൽ, നമ്മുടെ പ്രയത്നം വിഫലമാകുന്ന രൂപത്തിൽ കലാശിക്കാറാണ് പതിവ്. നമ്മൾ അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ കർമ്മഫലമാണ്, പ്രയത്നഫലമാണ്, അറിവിന്റെ ഫലമാണ് എന്നും, കോട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മിൽ നിന്ന് വന്ന എന്തോ വീഴ്ചയുടെ ഫലമായിട്ടാണ് എന്നുമാണ് സാധാരണ മനസ്സിലാക്കാറുള്ളത്. അത് പിന്നീട് സങ്കടത്തിനും വിഷമത്തിനും ഒരു വേള ആദർശത്തിൽ നിന്നുള്ള പുറകോട്ട് പോക്കിനും കാരണമായി തീരുകയും ചെയ്യും. തവക്കുലിലേക്ക് ചർച്ച പോകുന്നതിന് മുമ്പ് നാം മനസ്സിലാക്കേണ്ടുന്ന വിഷയം അതാണ്. ആദർശവുമായി അവിഭാജ്യമായ ഘടകം ബന്ധമുള്ള ഒരു വിഷയം എന്ന രൂപത്തിൽ തവക്കുൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖല വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ, മാനവത സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ, പ്രപഞ്ചം സംവിധാനിക്കപ്പെടുന്നതിന് മുമ്പേ എന്നിങ്ങനെ 3 അഭിപ്രായങ്ങളാണ് മുഫസ്സിറുകൾക്കുള്ളത്. നാം എന്ത് ചെയ്യണമെന്നും, നാം എന്ത് കാണണമെന്നും, നാം എന്ത് ഉടുക്കണമെന്നും, നാം എന്ത് കഴിക്കണമെന്നും, നാം എങ്ങനെ ജീവിക്കണമെന്നും, നമ്മൾ എങ്ങനെ മരിക്കണമെന്നും, എപ്പോൾ മരിക്കണമെന്നും, എവിടെ വെച്ച് മരിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. സൂറത്ത് അൽ ഹദീദിന്റെ 21, 22 ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും അത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങൾക്കോ പ്രപഞ്ച സംവിധാനങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമോ സൂക്ഷ്മമോ സ്ഥൂലമോ ആയ, ലളിതമോ ഗൗരവം നിറഞ്ഞതോ ആയ യാതൊന്നും, അത് വസ്തുക്കളാവട്ടെ, വസ്തുതകളാവട്ടെ, സംഭവങ്ങളാവട്ടെ, ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. എങ്ങനെയല്ലാതെ ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, ആ വസ്തു, ആ വസ്തുത, ആ സംഭവം ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് ഒരു ഗ്രന്ഥത്തിൽ വിശദമായി രേഖപ്പെടുത്തി വെച്ചതു പ്രകാരമല്ലാതെ നമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടു വച്ചിട്ടുണ്ട്. അതെങ്ങനെ സാധിക്കുമെന്നാണ് സംശയമെങ്കിൽ അല്ലാഹുവിന്റെ മറുപടി ഇന്ന ദാലിക അലല്ലാഹി യസീർ. അത് നമ്മുടെ ഊഹങ്ങൾക്കും കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്താണ് എങ്കിലും
പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അത് വളരെ നിസ്സാരമാണ്. പദാർത്ഥ ലോകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ഭാവി, ഭൂതം, വർത്തമാനം എന്നിങ്ങനെ നമുക്ക് കണക്കാക്കുവാൻ സാധിക്കുന്നത്. പദാർത്ഥ ലോകത്തിന് അപ്പുറത്തുള്ളവനായ തമ്പുരാനായ സൃഷ്ടാവിന് അത് കണക്കാക്കുവാൻ വളരെ ലളിതമാണ്. എന്തിനാണ് ഇങ്ങനെ കണക്കാക്കിയത്? അവിടെയാണ് വിഷയം. നിങ്ങളുടെ ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയും നിങ്ങളുടെ പ്രയത്നവും പരിശ്രമവും അധ്വാനവും ലക്ഷ്യത്തിലെത്താതെ നിഷ്ഫലമായി പോകുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവാതിരിക്കാൻ, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കാൻ, നിങ്ങൾ പ്രയാസപ്പെടാതിരിക്കാൻ, വലാ തഫ്റഹൂ ബിമാ ആതാകും, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ടുണ്ടായ നേട്ടത്തിൽ നിങ്ങൾ അഭിമാനിക്കാതിരിക്കാൻ, ആഹ്ലാദത്തിൽ പരിധി വിടാതിരിക്കാൻ ആണ് ഇത് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചതാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മുടെ നിത്യജീവനവുമായി ബന്ധപ്പെട്ട് ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമുക്ക് മനഃശാഞ്ചല്യത്തിനോ വിഷമത്തിനോ വേദനയ്ക്കോ ബേജാറിനോ നിരാശക്കോ അഹങ്കാരത്തിനോ ആഹ്ലാദത്തിനോ പരിധിവിട്ട സന്തോഷത്തിനോ വകുപ്പില്ല, പാടുമില്ല. അത് അല്ലാഹു നമുക്ക് വെച്ച ഖദറാണ് എന്ന് തിരിച്ചറിയുന്നതിൽ വന്ന വീഴ്ചയാണ് നമ്മുടെ ഉമ്മത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇതിനെല്ലാം അപ്പുറത്ത് ഇത് തൗഹീദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു മേഖലയാണ്. നോക്കൂ, ഒരു കച്ചവടം തുടങ്ങുമ്പോൾ ആ കച്ചവടത്തിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കും. മുനിസിപ്പാലിറ്റിയുടെ പെർമിഷൻ, ബിൽഡിംഗ് ഉടമസ്ഥന്റെ അനുവാദം, അതിനുള്ള സാമഗ്രികൾ, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, കച്ചവട സാധനങ്ങൾ വിറ്റഴിക്കുവാനുള്ള മാർഗങ്ങൾ എല്ലാം തയ്യാറാക്കി വെച്ചാലും ആ കച്ചവടം ഉദ്ദേശിച്ച രൂപത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ നാടുകളിലെ പലരുടെയും മരിച്ചുപോയവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും കുരുത്തവും കുരുത്തക്കേടും വേണമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മിൽ പലരും. ചില കേന്ദ്രങ്ങളിൽ പോയി അവിടെ നിന്നൊരു 25 പൈസയോ 50 പൈസയോ ഒരു പച്ച തുണിയിലാക്കി കെട്ടിയിട്ട്, അതല്ലെങ്കിൽ ഒരു മഞ്ഞ കളറിലുള്ള ഫ്രെയിം ചെയ്തു വെച്ച കുറെ അറബി അക്ഷരങ്ങൾ ഒരു ഫ്രെയിം ചെയ്തു വെച്ചിട്ട് തൂക്കി വെച്ചാൽ, അതല്ലെങ്കിൽ ഒരു ഓട്ടക്കലത്തിന്റെ മുകളിൽ മണ്ണ് കൊണ്ടോ 100 കൊണ്ടോ പിന്നെ കുമ്മായം കൊണ്ടോ ചിത്രം വരച്ച് എന്തൊക്കെയോ എഴുതി വെച്ചാൽ നമ്മുടെ പ്രയത്നങ്ങൾ, നമ്മുടെ പ്രതിഫലം, നമ്മുടെ കഷ്ടപ്പാടുകൾ സഫലമാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങളിലെ ബഹുഭൂരിഭാഗം. 1 കോടി 1.5 കോടി 2 കോടി കൊടുത്തിട്ട് വണ്ടി വാങ്ങിയാൽ ആ വണ്ടി അതിനയാൾ കൊടുത്ത പൈസക്ക് ഒരു വിലയുമില്ലാത്ത രൂപത്തിൽ, അതിന്റെ ടെക്നോളജിക്ക് ഒരു വിലയുമില്ലാത്ത രൂപത്തിൽ, അയാളുടെ ഡ്രൈവർക്കോ അയാൾക്കോ അറിയാവുന്ന ഡ്രൈവിംഗ് പരിശീലനത്തിന് ഒരു വിലയുമില്ലാത്ത രൂപത്തിൽ, അതിനേക്കാളൊക്കെ വിലയേറിയതാണ് അതിന്റെ സ്റ്റിയറിംഗ് വീലിൽ തൂക്കിയിടുന്ന ജാറത്തിൽ നിന്ന് കിട്ടിയ 50 പൈസ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്താണ് തവക്കുൽ? എന്തിനാണ് തവക്കുൽ? എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ചില വസ്തുതകളാണ്. വലിയ വലിയ വാഹനങ്ങൾ, വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ, വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ അവിടെ കരിങ്കണ്ണ നോക്ക് എന്ന ഒരു ബോർഡ്, അതല്ലെങ്കിൽ ഒരു ഓട്ടക്കലം, അത് കഴിഞ്ഞു പോയിട്ട് വേറെ ചില രൂപങ്ങൾ, ചില എഴുത്തുകൾ, ചില ചിഹ്നങ്ങൾ, ചിലർ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങൾ തൂക്കിയിടുന്ന ഒരു സമ്പ്രദായം മുസ്ലിമീങ്ങൾക്കിടയിലുണ്ട്. മുസ്ലിമീങ്ങൾ ഈ ഒരു നിലപാടിലേക്ക് എത്തിപ്പെട്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവല്ലോ, ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്ർ വദിറാൻ ബിദിറാൻ ഹത്താ ലൗ ദഖലൂ ജുഹറ ലുബ്ബിൻ ലദഖൽതും ഫീ.
നിങ്ങളുടെ മുൻഗാമികളായ ഇതര സമുദായങ്ങളുടെ സനൻ, ചീത്ത മാതൃകകൾ, ചീത്ത സമ്പ്രദായങ്ങൾ, അടിസ്ഥാനരഹിതമായ ആചാരങ്ങൾ, അടിസ്ഥാനരഹിതമായ വിശ്വാസങ്ങൾ ഈ ഉമ്മത്തിന്റെ അനുയായികളായ നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ വണ്ടികളിലേക്ക്, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ആദർശത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ശിബ്റൻ ബിശിബ്റിൻ, ചാണിന് ചാണായും വദിറാൻ ബിദിറാൻ, മുഴത്തിന് മുഴമായും, ഹത്താ ലൗ ദഖലൂ ജുഹറ ലുബ്ബിൻ, അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ തലയിട്ടാൽ എന്തിനെന്നറിയാതെ ലദഖൽതും ഫീഹി, നിങ്ങളും അവിടെ തലയിടുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് ഈ രീതിശാസ്ത്രം നമുക്ക് കിട്ടിയത് എന്നത് ഞാൻ വിശദീകരിക്കാതെ തന്നെ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സർവർക്കും അറിയാമെന്നതുകൊണ്ട് ഇതിന്റെ വരവ് എവിടെ നിന്നാണ്, ഈ വിശ്വാസത്തിന്റെ പേറ്റന്റ് ആർക്കാണുള്ളത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സംഗതിയുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും അറിയാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധിയിൽ വിശ്വാസമില്ലാത്ത ആളുകളിൽ നിന്നാണ് ഇത്തരം സമ്പ്രദായങ്ങൾ ഉണ്ടാവുക എന്നാണ് മനസ്സ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മെ കാണുന്ന, നമ്മെ അറിയുന്ന, നമ്മെ നിയന്ത്രിക്കുന്ന, നമുക്ക് ആവശ്യമായ വസ്തുക്കളും വസ്തുതകളും സാമഗ്രികളും സംവിധാനങ്ങളും ഒരു കൃത്യമായ അളവിൽ, കൃത്യമായ തൂക്കത്തിൽ, കൃത്യമായ കാലപരിഗണനയോടുകൂടി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവ്, ആ സൃഷ്ടാവിന്റെ നിയന്ത്രണത്തിനും നിയമത്തിനും കണക്കിനും അപ്പുറത്തല്ലാതെ, അതിനപ്പുറത്തോ അതിനിപ്പുറത്തോ യാതൊരു വിധത്തിലുള്ള നേട്ടമോ നഷ്ടമോ നമുക്കുണ്ടാവുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാതെ പോയതാണ് നമ്മുടെ ആപത്തിന്, നമ്മുടെ വിശ്വാസപരമായ വൈകല്യത്തിന് കാരണം എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് സംഭവിച്ചതും സംഭവിക്കാതിരിക്കുന്നതും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടി സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ മകൻ മരണപ്പെട്ട വാർത്തയറിഞ്ഞപ്പോ വാർത്ത പറയുവാൻ വന്ന ആളോട് മകളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി കൊടുത്തുവിട്ട ഒരു ഉപദേശമുണ്ട്. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത്. അദ്ദേഹത്തോട്, എന്റെ മോളോട് സഅദി പോയി പറയുക, ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. ഇന്നലില്ലാഹി മാ അഖദ, അല്ലാഹു തിരിച്ചെടുത്തതെല്ലാം അല്ലാഹുവിന്റേതാണ്, നമ്മുടേതല്ല. അല്ലാഹു നമ്മിൽ നിന്ന് തിരിച്ചെടുത്തുകൊണ്ടിരിക്കുന്നതും തിരിച്ചെടുത്തതുമെല്ലാം അല്ലാഹുവിന്റേതാണ്. അത് ശാരീരികമാവട്ടെ, മാനസികമാവട്ടെ, സാമ്പത്തികമാവട്ടെ, ബന്ധങ്ങളാവട്ടെ, ലാഭനഷ്ടങ്ങളുടെ കണക്കുകളാവട്ടെ. ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅത, അല്ലാഹു എന്തെങ്കിലും ആർക്കെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ, നൽകുന്നുണ്ടെങ്കിൽ, ഇനി നൽകുമെങ്കിൽ അതെല്ലാം അല്ലാഹുവിന്റേതാണ്, നമ്മുടേതല്ല. ഇന്നലില്ലാഹി മാ അഖദ, തിരിച്ചെടുത്തതും അല്ലാഹുവിന്റേത്, വലഹു മാ അഅത, നൽകിക്കൊണ്ടിരിക്കുന്നതും അല്ലാഹുവിന്റേത്, വകുല്ലു ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ, തിരിച്ചെടുക്കേണ്ടത് എപ്പോൾ, ആരിൽ നിന്ന്, എന്ത്, എത്ര, ഏതു വിധത്തിൽ എന്ന് കൃത്യമായി അല്ലാഹുവിന്റെ കയ്യിൽ കണക്കുണ്ട്. കൊടുക്കേണ്ടത് ആർക്ക്, എത്ര, എന്ത്, ഏതു വിധത്തിൽ, എങ്ങനെയെല്ലാം എന്നും കൃത്യമായും അല്ലാഹുവിന്റെ അരികിൽ കണക്കുണ്ട്. അതുകൊണ്ട് വലാന ഖൂലു ഇല്ലാ മാ യുർളി റബ്ബുന, എനിക്കെന്തൊന്ന് നഷ്ടപ്പെട്ടാലും, എനിക്കെന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാലും, വലാന ഖൂലു, നാം പറയുകയില്ല, നാം ചിന്തിക്കുകയില്ല, നാം വിശ്വസിക്കുകയില്ല എന്തല്ലാതെ ഇല്ലാ മാ യുർളി റബ്ബുന, നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന വാക്കല്ലാതെ, വിചാരമല്ലാതെ, നിലപാടല്ലാതെ നാം സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. ഈ ഉമ്മത്ത് മറന്നു പോയത് കൊണ്ടാണ് തവക്കുലിന്റെ വഴിമാറിയത്. അതുകൊണ്ടാണ് ഒരു ഓട്ടക്കലത്തിൽ 2 കോടി രൂപ, 3 കോടി രൂപ, 50 ലക്ഷം രൂപ വിലമതിക്കുന്ന വീടുണ്ടാക്കിയിട്ട് ആ വീടിന്റെ കൺസ്ട്രക്ഷനെയോ എഞ്ചിനീയറിംഗിനെയോ അതിനുപയോഗിച്ച വസ്തുക്കളുടെ ബലത്തെയോ അംഗീകരിക്കാതെ ഈ ഒരു ഓട്ടക്കലത്തിൽ കൊണ്ടുപോയിട്ട് ഈ വീടിനെ താങ്ങി നിർത്തിയത് അല്ലേ? നമ്മൾ കൃത്യമായിട്ടൊന്ന് ആലോചിക്കണം.
ആ ഓട്ടക്കലത്തിന് മീശയും താടിയും വെച്ചു കൊടുത്താൽ ആ ഓട്ടക്കലത്തിന്റെ മീശയും താടിയും ഈ വീട് കാത്തിരക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നവന്റെ പേര് മുസൽമാനാണെന്ന് പറയേണ്ട ദൈന്യം നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. നമുക്ക് അല്ലാഹു പോരാതെ വന്നു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി. അല്ലാഹു പോരേ നിനക്ക്, അല്ലാഹു പോരേ നിനക്ക്. അല്ലാഹുവല്ലാത്തവരുടെ കുരുത്തവും കുരുത്തക്കേടും പറഞ്ഞ് അവർ നിങ്ങളെ പേടിപ്പിക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അശ്ശൂറയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കത് പോരെ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി തന്നെ പടച്ചൊന്നുമില്ലായ്മയിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് തന്നെ ഈ കോലത്തിലെല്ലാം ഇന്നത്തെ ഈ നിലപാടിലാക്കി തീർത്ത പടച്ച തമ്പുരാനിൽ പ്രതീക്ഷയർപ്പിക്കുകയും ആ പടച്ച തമ്പുരാനിൽ തന്റെ സർവ്വകാര്യങ്ങളും ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയും ചെയ്യണം എന്നതാണ് ഇസ്ലാമിന്റെ താല്പര്യം. നോക്കൂ, നിങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുക്കൾ കഠിനമായ അനീതിയും അക്രമവും പ്രവർത്തിച്ചപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന കൊണ്ട് വിഷമം കൊണ്ട് അടങ്ങാറിന്റെ അങ്ങേയറ്റത്തെത്തിയപ്പോൾ തന്റെ സ്വഹാബത്ത് അങ്ങേയറ്റം കഷ്ടപ്പാടും പ്രയാസവും പട്ടിണിയും ബഹിഷ്കരണവും മർദ്ദനവും പീഡനവും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിൽ മുൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു. ആ മുൻ പ്രവാചകന്മാരെ അഖിലത്തിനെയും അതാത് സമുദായങ്ങൾ അതിശക്തമായ പീഡനങ്ങൾക്കും ബഹിഷ്കരണങ്ങൾക്കും മർദ്ദനങ്ങൾക്കും വിധേയമാക്കിയിട്ട് പല വിധത്തിലും അവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നപ്പോ പ്രവാചകന്മാർക്ക് അതാത് സമുദായങ്ങളോട് പറയാനുണ്ടായിരുന്ന മറുപടി വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 11-12 വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അവരെന്താണ് പറയുന്നത് അറിയോ? കാലത്തു റുസുലുഹും എന്ന് തുടങ്ങിയിട്ട് ഖുർആൻ പറയാ, വമാലനാ അല്ലാ നതവക്കല അലല്ലാഹ് വഖദ് ഹദാനാ സുബുലനാ വലനസ്ബിറന്ന അലാ മാ ആദൈതുമുനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. ഖാലത് ലഹും റുസുലുഹും ഇന്നഹു ഇല്ലാ ബശറും മിത്ലുക്കും ഇന്നഹു ഇല്ലാ ബശറും മിത്ലുക്കും വമാ കാന ലനാ അൻ നഅതീകും ബിസുൽത്താനിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ടെന്താ? ഞങ്ങളും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ മാത്ര, ഞങ്ങൾക്കായിട്ട് ഇവിടെ യാതൊന്നും നടപ്പാക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഈ പീഡനങ്ങളൊക്കെ സഹിക്കല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. അല്ലാഹു വല്ലതും തന്നാൽ ആ ദൃഷ്ടാന്തം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരികയല്ലാതെ ഞങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കിയവരാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്മാർ പറയുക, വമാലനാ അല്ലാ നതവക്കല അലല്ലാഹ്. അല്ലാഹുവിൽ തവക്കുലാക്കാൻ ഞങ്ങൾക്ക് എന്താണ് തടസ്സം? അല്ലാഹുവിൽ ഞങ്ങളുടെ കാര്യങ്ങളുടെ പരിണിത ഫലവും പരിസമാപ്തിയും നന്നായി തീരുവാൻ വേണ്ടി ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് എന്താണ് തടസ്സം? എന്നിട്ട് പറയാ, വഖദ് ഹദാനാ സുബുലനാ, ഞങ്ങളെ മുസ്തഖീമായ മാർഗത്തിലേക്ക് തൗഹീദിന്റെ ശാദ്വല തീരത്തിലേക്ക് ഹിദായത്തിലേക്ക് വഴി നടത്തിയവൻ അല്ലാഹുവാണ്. വലനസ്ബിറന്ന അലാ മാ ആദൈതുമുനാ, അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും ഞങ്ങളത് ക്ഷമിക്കും. വല്ലാത്തൊരു വാക്കല്ലത് നോക്കാണ്. നിങ്ങൾ എന്തെന്ത് പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും ഞങ്ങളത് ക്ഷമിക്കുമെന്ന് പറയാൻ വിശ്വാസി സമൂഹം തയ്യാറാവുന്ന കാലത്ത് അവരുടെ മനസ്സുകളിൽ നിന്നും വീടുകളിൽ നിന്നും അല്ലാഹുവല്ലാത്ത ഈ വിഗ്രഹ സമാനമായ ത്വാഗൂത്തുകൾ ഇറങ്ങിപ്പോവുകയും അവർ അല്ലാഹുവിലേക്ക് മാത്രമായി തവക്കുലാക്കുകയും ചെയ്യും. എന്നിട്ട് പ്രവാചകന്മാർ പറയുക, അതുകൊണ്ട് ആരെയൊക്കെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ, ആരെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരൊക്കെ താങ്കളുടെ ഉത്തരവാദിത്തവും വിശ്വസ്തതയും അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്നതാണ് ഇസ്ലാമിന്റെ
താല്പര്യം. നമുക്കറിയാമല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വധഭീഷണി ഉണ്ടാകും. കൃത്യമായി ഉമ്മത്ത് പഠിക്കാൻ 2-3 ചരിത്രങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വധഭീഷണി ഉണ്ടാകും. ചുറ്റുപാടുകളിൽ ആളുകൾ ഊരിപ്പിടിച്ച വാളുമായി കാത്തു നിൽക്കുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹവും അനുമതിയും കൽപ്പനയും നിമിത്തം തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിപ്പോകും. ആരെ പ്രതീക്ഷിച്ചാണ്? ആര് രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ്? സുഹൃത്തുക്കളെ, ആ നേതാവിന്റെ അനുയായികൾക്ക് ഈ ചില്ലറ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴേക്കും മറ്റുള്ള കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടുന്ന ഗതികേട് വന്നത് എന്തുകൊണ്ടാണ്? ഒരാളും തുണയില്ലാതെ, ഒരാളും രക്ഷപ്പെടുത്താൻ വരുമെന്ന പ്രതീക്ഷയും വിശ്വാസവും ഇല്ലാതെ, ഒരാൾക്കും ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ധൈര്യമില്ലാതിരുന്ന ഒരു സമയത്ത് ഊരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പര്യാപ്തനാക്കിയ വിശ്വാസമാണ് നമ്മൾ തവക്കുലായി പരിചയപ്പെടേണ്ടത്. യാതൊരു സാധ്യതയുമില്ലാത്തപ്പോഴും, യാതൊരു മുന്നൊരുക്കങ്ങളും നടത്തുവാൻ കഴിയാതിരുന്നപ്പോഴും അല്ലാഹു വിചാരിച്ചാൽ, അല്ലാഹു തീരുമാനിച്ചാൽ എന്നെ തൊടാൻ, എന്റെ ശരീരത്തൊരു പൊടി വാരിയിടാൻ ഈ ദുനിയാവിൽ ഒരാൾക്കും കഴിയുകയില്ല. എനിക്ക് റബ്ബുണ്ട് എന്ന ചിന്ത, ആ ഒരു ചിന്തക്കാണ് നമ്മൾ എന്ത് പറയുക? തവക്കുൽ എന്ന് പറയുക. ഇനി മറ്റൊരു മേഖല നോക്കാണ്. ഒന്നുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഈ തവക്കുലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ ഗുഹാമുഖത്തുകൂടെ, ഗുഹയുടെ മുകൾ ഭാഗത്തുകൂടെ ശത്രുക്കൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും കാൽപ്പാടുകൾ, കാലിന്റെ വെള്ളഭാഗങ്ങൾ ഗുഹയുടെ മുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു പോയി, വഖുൽതു യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹും നളറ തഹത ഖദബൈഹി ലഅബ്സറനാ. ദൂതരേ, ആ പോകുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് സ്വന്തം കാൽ കീഴിലേക്ക് നോക്കുവാൻ സാധിച്ചാൽ തീർച്ചയായും ആ ഓട്ടയിലൂടെ അവർക്ക് നമ്മളെ കാണാൻ കഴിയുമല്ലോ. കണ്ടുപിടിച്ചാൽ നമ്മൾ രണ്ടുപേരും കൊല്ലപ്പെടുകയും ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധീരമായ പ്രഖ്യാപനം നോക്കൂ നിങ്ങൾ. മാ ലന്നുക യാ അബൂബക്കർ ബിസ്രൈൻ വല്ലാഹു താലിസുഹുമാ. മാ ലന്നുക യാ അബൂബക്കർ ബിസ്രൈൻ. അബൂബക്കറേ, ഈ രണ്ടുപേരെ കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയത്? വല്ലാഹു താലിസുഹുമാ. ഇവർ രണ്ടുപേരും ഇവിടെ തനിച്ചല്ല, ഇവരോടൊപ്പം അല്ലാഹു ഉണ്ടോ. അല്ലാഹു മൂന്നാമനായി കൂടെയുള്ളപ്പോൾ നമുക്ക് രണ്ടുപേർക്ക് എന്ത് പേടിക്കാനാണ്? ആരെ പേടിക്കുവാനാണ്? പ്രിയപ്പെട്ടവരെ, അതിനെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം തവക്കുൽ എന്ന് പഠിപ്പിച്ചത്. അതേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റയ്ക്ക് ശേഷം 2-ാം വർഷം നടന്ന മഹത്തായ ബദർ യുദ്ധത്തിന്റെ ആ സന്ദർഭം നമുക്കറിയാമല്ലോ. 1000-ഓളം വരുന്ന സൈന്യം അപ്പുറത്ത് സർവായുധ സജ്ജരായി നിൽക്കുന്നു. 313-ഓളം ആളുകൾ പാവപ്പെട്ട പൊട്ടവാളുകളുമായി ഉടുതുടുക്കും മറുതുണിയില്ലാതെ, മര്യാദക്ക് ഭക്ഷണമില്ലാതെ ഇപ്പുറത്ത് നിൽക്കുന്നു. അവരെ അണിയണിയായി നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പിൻവാങ്ങിയിട്ട് ആ ബദറിന്റെ കുന്നിൻ പുറത്തേക്ക് കയറിയിട്ട് ആകാശ ലോകത്തേക്ക് കൈയുയർത്തിയിട്ട് അശ്റഫുൽ ഖൽഖ് നിലവിളിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർദ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ ഫലൻ തുഅബദ ഫിൽ അർദ്. അല്ലാഹുവേ, ഈ കൊച്ചു സംഘം, ആ നായാട്ടിന് വരുന്ന ആ സർവസജ്ജരായ സൈന്യത്തിന് മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. നീ ഞങ്ങളെ കൈവിട്ടാൽ പിന്നീട് ഈ ദുനിയാവിന്റെ മുകളിൽ തൗഹീദ് ഉൾക്കൊള്ളുന്ന ഒരു സമുദായം ഉണ്ടാവുകയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മതി നബിയെ, മതി. അല്ലാഹുവിന് ഇത് തന്നെ ധാരാളം മതി. അല്ലാഹു താങ്കളെ കൈവിടില്ല. പ്രിയപ്പെട്ടവരെ, അതിന്റെ ബാക്കി പത്രമാണ് ബദറിനെ
യൗമൽ തഖൽ ജംആനി യൗമൽ ഫുർഖാൻ എന്ന് ഖുർആൻ വിശദീകരിച്ച സത്യാസത്യ വിവേചനങ്ങളുടെ മഹത്തായ വിജയദിനമായി മാറിയത് ആ ഒരു തവക്കുലിന്റെ ബാക്കിയായിരുന്നു എന്ന് ഈ ഉമ്മത്ത് തിരിച്ചറിയേണ്ടതുണ്ട്. പാരാവാരം പോലെ പിന്നാലെ പറന്നു വരുന്ന ഫറോവയുടെ സൈന്യത്തിന് മുമ്പിൽ ആർത്തലക്കുന്ന കടലലകളുടെ പക്കത്ത് നിന്നുകൊണ്ട് ബനൂ ഇസ്രായേലികൾ നിലവിളിച്ചുവല്ലോ, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, മൂസ നമുക്ക് രക്ഷയില്ല, മുമ്പിൽ ആർത്തലക്കുന്ന കടലാണ്, പിന്നിലിതാ കടൽ സമാനം ആർത്തിരമ്പുന്ന ഫിറൗനിന്റെ സൈന്യവും, നമുക്ക് രക്ഷയില്ല. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ധീരമായ പ്രഖ്യാപനം, ഈ ഉമ്മത്ത് ഏറ്റെടുക്കേണ്ട പ്രഖ്യാപനം എന്താണ്? കല്ലാ ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, കല്ലാ ഇന്ന മഅി റബ്ബി സയഹ്ദീൻ. ഇല്ല സഹോദരങ്ങളെ, ഇല്ല, ഒരു പേടിയും പേടിക്കാനില്ല. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, തീർച്ചയായും എന്റെ റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. സഹോദരങ്ങളെ, ഏതാണ് സന്ദർഭം? ദിവസങ്ങളില്ല, മാസങ്ങളില്ല, മണിക്കൂറുകളില്ല. രക്ഷയ്ക്കൊരു മാർഗം ആലോചിക്കാൻ സെക്കൻഡുകൾ പോലും ബാക്കിയില്ലാത്ത സമയത്ത് ധീരമായ പ്രഖ്യാപനം ഈ ഉമ്മത്തി എന്ന് നടത്തുവാൻ തയ്യാറാകുന്നുവോ അന്ന് അവർക്ക് അവരുടെ വിശ്വാസത്തിന്റെ സൗകുമാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. എനിക്കെന്റെ റബ്ബുണ്ട്, പേടിക്കാനില്ല, അവനൊരു മാർഗം കാണിക്കും. വിശുദ്ധ ഖുർആൻ മൂസ നബിയുടെ ആ ഉറച്ച പ്രഖ്യാപനത്തിന് അല്ലാഹുവിന്റെ ആ സമയത്ത് തന്നെയുള്ള മറുപടി. മൂസ, ആ പ്രഖ്യാപനം നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നാം ഉണ്ട് നിന്റെ കൂടെ, കയ്യിലുള്ള വടി കൊണ്ട് ആ വെള്ളത്തിൽ ഒന്ന് അടിച്ചേക്ക്, ബാക്കി ഞാൻ ഏറ്റു. ആ വടിയടിച്ചപ്പോൾ ആ സാഗരം രണ്ടു ഭാഗത്തേക്ക് മാറി നിന്നു. മഹാപർവ്വതം ചിറച്ചു നിൽക്കുന്നത് പോലെ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഈ ഉമ്മത്തിന്റെ മുൻഗാമികളുടെ നിലപാട്, അവരുടെ വിശ്വാസമാണത്. ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട മിഞ്ചനീക്കിന്റെ, തെറ്റാലിയുടെ, ഇന്നത്തെ പീരങ്കിയുടെ ആദ്യ രൂപത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് അഗ്നിയിലേക്ക് എറിയപ്പെടുവാൻ വേണ്ടി ബന്ധനസായി നിന്ന ഈ ഉമ്മത്തിന്റെ മാതൃകാ മന്യനായ മഹാരഥനായ നേതാവ് ഹസ്രത്ത് ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചുവല്ലോ, അല്ലാഹുമ്മ ഇന്നക ഫിസ്സമാഇ വാഹിദ് വഅന ഫിൽ അർളി വാഹിദുൻ അഅ്ബുദു. അല്ലാഹുവേ, ഭൂമിക്ക് മുകളിൽ ആകാശത്തിൽ നീ മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂ എന്ന് അംഗീകരിക്കുന്നവനാണ് ഞാൻ. ഭൂമിയിൽ അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എന്താ പ്രഖ്യാപനത്തിന്റെ ഫലം? മുസ്ലിം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. എന്താണ് ആ പ്രഖ്യാപനത്തിന്റെ ഫലം? അഗ്നിയിൽ എറിയപ്പെട്ടപ്പോൾ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പരീക്ഷണം വരികയാണ്. യാ ഇബ്രാഹിം അലക മിൻ ഹാജ്ജ, ഇബ്രാഹിം ഞാനുണ്ട്, പേടിക്കണ്ട, ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളാം. മഹാനായ ഖലീലുള്ളയുടെ മറുപടി, അമിൻ ഇൻദിക ഫലാ, താങ്കളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹു മതി, എനിക്കല്ലാഹു മതി. അതാണ് അല്ലാഹു ചോദിച്ചത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഇബ്രാഹിമിനെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ എന്തായിരുന്നു മറുപടി? ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. അതാ നാം മതി എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ പ്രിയപ്പെട്ടവനാണത്. അഗ്നിയെ നീ ഇബ്രാഹിമിന് തണുപ്പാവുക, ഒപ്പം സമാധാന ശാന്തിയുമാവുക. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, മൂസ നബിയുടെ പ്രഖ്യാപനം, ഇന്ന മഅി റബ്ബി സയഹ്ദീൻ, എനിക്കെന്റെ റബ്ബ് മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം, മാലക യാ അബൂബക്കർ ബിസ്നൈൻ വല്ലാഹു താലിദുഹുമാ. നമ്മൾ എവിടെയാണ്? നമ്മുടെ സമുദായം എവിടെയാണ്? നമുക്കെവിടെയാണ് ആദർശത്തിന്റെ പിൻബലമുള്ളത്? നാം കൊണ്ടു നടക്കുന്ന ഇന്നത്തെ ഈ വികലമായ തവക്കുലിന് ആരുടെ പിൻബലമാണ്, ആരുടെ പാരമ്പര്യമാണ് നമുക്കുള്ളത്? നോക്കു പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയുണ്ടായി, 10,000-ലധികം വരുന്ന സൈന്യം, 10,000-ലധികം വരുന്ന സൈന്യം, ഓരോരുത്തർക്ക് ഈ 2-3 വാഹനങ്ങളും, ഈ 2-3 പടച്ചട്ടകളും,
ഈ രണ്ടും മുമ്മൂന്നും ആയുധങ്ങളുമായി മദീനയെ വിഴുങ്ങുവാൻ വേണ്ടി വന്ന ഒരു പോരാട്ടവേദിയായിരുന്നുവല്ലോ ഖന്ദഖ് യുദ്ധം. ആ ഖന്ദഖിനെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ സൂറത്ത് ആല ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 173, 174, 175 വചനങ്ങളിലൂടെ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനൻ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ആളുകൾ മദീനയിൽ വന്നിട്ട് പറഞ്ഞു, ഇതാ 10,000-കണക്കിന് ആളുകൾ നിങ്ങളെ വിഴുങ്ങുവാൻ വരുന്നു, നിങ്ങൾ സ്ഥലം വിട്ടുകൊള്ളുക, കീഴടങ്ങിക്കൊള്ളുക, രക്ഷപ്പെടാൻ നോക്കുക, നിങ്ങൾക്ക് വേറെ മാർഗമില്ല. നോക്കൂ, പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് മുസൽമാന്റെ തവക്കുലിന്റെ വിലയറിയേണ്ടത്, അവന്റെ ആദർശം പരീക്ഷിക്കപ്പെടുന്നത്. 10,000-ലധികം വരുന്ന ഈ സൈന്യത്തിന്റെ വാർത്ത കേട്ടപ്പോ പരിശുദ്ധ ഖുർആൻ പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വഹാബാ കിറാം റളിയല്ലാഹു തആല അലൈഹിം അജ്മഈൻ അവർക്കും ഉണ്ടായ വികാരം എന്താണെന്നോ, ഫസാദഹും ഈമാന, അവർക്കത് കേട്ടപ്പോൾ ഈമാൻ വർദ്ധിച്ചു. നമുക്കോ വല്ലാത്തൊരു പ്രയോഗമാണത്. ഫസാദഹും ഈമാനൻ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവർക്ക് ഈമാൻ വർദ്ധിച്ചപ്പോ അവർ പറഞ്ഞു, എത്ര ആള് വന്നാലും, എത്ര സൈന്യം വന്നാലും, എത്ര ആയുധം വന്നാലും ഞങ്ങൾക്ക് എന്നിട്ടാ പേടിക്കാൻ, ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ടല്ലോ, ഞങ്ങളെ കാര്യം അല്ലാഹുവിന്റെ അടുത്ത് ഏൽപ്പിച്ച്. അപ്പൊ ഈ ദാരത്തിനൊക്കെ പോണവന് ഈമാൻ കൂടുകയാണോ കുറയാണോ ചെയ്യുന്നത്? ഖുർആൻ വെച്ച് വായിക്കും. സൂറത്ത് ആല ഇമ്രാന്റെ 103-ാം അധ്യായത്തിന്റെ 173, 74, 75 വചനങ്ങൾ അല്ലാഹു പറയുന്നു, ഫസാദഹും ഈമാനം വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. പ്രതിസന്ധി മുമ്പിൽ വന്നപ്പോൾ വിശ്വാസി സമൂഹത്തിന് ഈമാൻ വർദ്ധിച്ചു. ആ വർദ്ധമാനമായ ഈമാനിന്റെ പിൻബലത്തിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഞങ്ങൾ അവനിൽ വരമേൽപ്പിച്ചിരിക്കുന്നു. ഈമാൻ വർദ്ധിക്കുന്നവർ തങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹുവിൽ ഫലമേൽപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അല്ലാഹു വല്ലാത്ത മറ്റുള്ളവരിൽ ഫലമേൽപ്പിക്കുന്നവരുടെ ഈമാനിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം നമ്മെ ബോധ്യപ്പെടുത്തുന്ന വസ്തുത എന്താണ്, ആ വസ്തുതയും ഇസ്ലാമുമായി ബന്ധം എന്താണ് എന്നിട്ട് ഖുർആൻ പറയാ, ആ 10,000-കണക്കിന് ആളുകൾ വന്നിട്ട് ഈ സത്യവിശ്വാസികളുടെ ഈ തൗഹീദി പ്രഖ്യാപനത്തിന്റെ, ഈ തവക്കുലിന്റെ പ്രഖ്യാപനത്തിന്റെ ആ ഒരു പിൻബലത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വരുത്തിയ മാറ്റം, ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളൽ ലം യംസസ്ഹും സൂഉൻ വത്തബഉ റിദ്വാനല്ലാഹ്. ഫൻഖലബൂ ബിനിഅമത്തിൻ മിനല്ലാഹി വഫളൽ. ആ സൈന്യത്തിന്റെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അവർക്ക് കഴിയാത്ത രൂപത്തിൽ അല്ലാഹു ഈ മദീനയിലെ വിശ്വാസി സമൂഹത്തെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ഒപ്പം അല്ലാഹുവിന്റെ മഹത്തായ നിഅമത്തും അല്ലാഹുവിന്റെ ഔദാര്യമായി ശത്രുക്കൾ കൊണ്ടുവന്ന നാനാവിധമായ സമ്പത്തും വാഹനങ്ങളും ഇവർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ലം യംസസ്ഹും സൂഉൻ. ഒരു പൊടി പോലും അവർക്ക് നുള്ളിയിടുവാൻ, ഈ പാവപ്പെട്ടവരുടെ മേൽ നുള്ളിയിടുവാൻ അവർക്ക് കഴിഞ്ഞില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ പ്രഖ്യാപനത്തിന്റെ പേരിൽ ആ ടീമിനെ, മുസ്ലിം സമൂഹത്തെ, അതിന്റെ ആദ്യ തലമുറയെ, സ്വഹാബത്തിനെ അല്ലാഹു തൃപ്തിപ്പെട്ടു. എന്നിട്ട് റബ്ബ് പറഞ്ഞ എന്താണെന്നറിയോ? എന്നിട്ട് അല്ലാഹു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഇന്നമാ ദാലികുമു ശൈത്വാനു യുഖവ്വിഫൂന ഔലിയാഅഹു. നിങ്ങളെ ആ പറഞ്ഞ് പേടിപ്പിച്ചവരുണ്ടല്ലോ, അത് പിശാചിന്റെ പണിയാണ്. അല്ലാഹു വല്ലാത്തവരെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുന്ന, അവരിലേക്ക് നിങ്ങളെ ചായ്ച്ചു നിർത്തുന്ന, അവരിലേക്ക് നിങ്ങളുടെ പ്രതീക്ഷകൾ വഴിമാറ്റി വിടുന്ന സ്വഭാവം പൈശാചികമാകുന്നു. ഫലാ തഖാഫൂഹും. ആ പൈശാചികതയെ നിങ്ങൾ പേടിക്കരുത്. വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെട്ട്, എന്നെ മാത്രം തവക്കുലാക്കി, എന്നിൽ മാത്രം വിശ്വാസമർപ്പിച്ച് ജീവിച്ചു കൊണ്ടിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പ്രയോഗത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന വചനം ഖാലഹ ഇബ്രാഹീമു ഹീന ഉൽഖിയ ഫിന്നാർ.
എനിക്ക് അല്ലാഹു മതി എന്ന പ്രഖ്യാപനം ലോകത്ത് പരസ്യപ്പെടുത്തിയ ആദ്യത്തെ മഹാൻ അഗ്നിയിൽ എറിയപ്പെട്ട സന്ദർഭത്തിൽ ഖലീലുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു. വഖാലഹാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അത് ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ്. ഹൈന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും. ആളുകൾ ഇതാ നിങ്ങളെ വിഴുങ്ങുവാൻ വരുന്നു എന്ന് പേടിപ്പെടുത്തിയ ആ സന്ദർഭത്തിലായിരുന്നു. നോക്കൂ, ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒന്ന് രണ്ട് വചനമില്ലേ? അല്ലാഹു നമ്മളോട് പറഞ്ഞത് വത്തബിഉ മില്ലത്ത ഇബ്രാഹീമാണ്. വത്തബിഉ മില്ലത്ത ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിമി പാരമ്പര്യത്തെ പിന്തുടരുക. എന്താ ഇബ്രാഹിമി പാരമ്പര്യം? ഹസ്ബി അല്ലാഹ്. രണ്ടാമത് നമ്മളോട് പറഞ്ഞെന്താ? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ആ പാരമ്പര്യത്തിൽ എന്താണ്? റസൂലുള്ളാഹിന്റെ പാരമ്പര്യത്തിൽ എന്താണുള്ളത്? മാലക യാ അബൂബക്കർ ബിസ്രീൻ വല്ലാഹു സാലിസുഹുമാ എന്നാണ്. ഇനി നമ്മളോട് പിൻപറ്റാൻ പറഞ്ഞ പാരമ്പര്യം ഏതാ? വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദുഅൻ. സ്വർഗ്ഗാവകാശികളായി മുൻകടന്നു പോകുന്ന ആളുകളിൽ ഒന്നാമത്തെ സ്ഥാനക്കാർ മുഹാജിറുകളും രണ്ടാമത്തെ സ്ഥാനക്കാർ അൻസാറുകളും മൂന്നാം സ്ഥാനക്കാർ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും നന്മയിൽ അവർ പിന്തുടരുന്നവരുമാകുന്നു. റളിയല്ലാഹു അൻഹും വറദുഅൻ. ആ മൂന്ന് വിഭാഗത്തെയും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഈ തവക്കുലിന്റെ പാരമ്പര്യത്തിന്റെ ആദിമ തലമുറയിലേക്കും പ്രവാചകന്മാരിലേക്കും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ തവക്കുലിന്റെ നിലപാടെന്താണ്, നിലവാരം എന്താണ് അയാൾ ആലോചിക്കുക. ഒപ്പം ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബീ ഹാത്തിം വിശദീകരിച്ചിട്ടുണ്ട്. മൻ ഇൻഖതഅ ഇലല്ലാഹി കഫാഹുല്ലാഹു കുല്ല മുഊനത്തിൻ വറിസ്ഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. മൻ ഇൻഖതഅ ഇലല്ലാഹി, ആരെങ്കിലും തന്റെ കാര്യത്തിന്റെ അവസാന തീരുമാനം അല്ലാഹുവിലേക്ക് വിട്ടുകൊടുത്താൽ, തന്റെ വിഷയങ്ങളുടെ അവസാന തീരുമാനം അല്ലാഹുവിലേക്ക് വിട്ടുകൊടുത്താൽ കഫാഹുല്ലാഹു, അവൻ അല്ലാഹ് മതി. ആ കാര്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ അല്ലാഹ് മതി. എന്ത് പൂർത്തീകരിക്കാൻ? കുല്ല മുഊനത്തിൻ, അവന്റെ എല്ലാ പ്രയാസങ്ങളും വരുമാന മാർഗങ്ങളും ജോലികളും എല്ലാം തീരുമാനമാക്കി കൊടുക്കാൻ അല്ലാഹു മതി. വരിദ്ഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന്റെ ഉപജീവന മാർഗമാവട്ടെ അവൻ ഉദ്ദേശിക്കാത്ത രൂപത്തിലൂടെ അല്ലാഹു നേടിക്കൊടുക്കുകയും ചെയ്യും. എന്നാൽ വമൻ ഇൻഖതഅ ഇല ദുനിയാ, സുബ്ഹാനല്ലാഹ്, എന്താ പ്രയോഗം നോക്കാണി. അല്ലാഹുവിനപ്പുറത്ത് ദുനിയാവ് എന്ന് പറഞ്ഞു. വമൻ ഇൻഖതഅ ഇല ദുനിയ, ആരെങ്കിലും തങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹു അല്ലാത്ത ദുനിയാവിലെ മറ്റേതെങ്കിലും ശക്തികളിലേക്കോ വ്യക്തികളിലേക്കോ കേന്ദ്രങ്ങളിലേക്കോ സംവിധാനങ്ങളിലേക്കോ വസ്തുക്കളിലേക്കോ വസ്തുതകളിലേക്കോ പരിമിതപ്പെടുത്തിയാൽ വുക്കിലഹു ഇലൈഹി, അല്ലാഹു അവനെ കൈവിടും. അല്ലാഹു അവനെ കൈവിടും. ആരിലാണോ അവൻ പ്രതീക്ഷയർപ്പിച്ചത് അവനിലേക്ക് അല്ലാഹു അവനെ ഒഴിവാക്കി വിടും. എനിക്കവനെ വേണ്ട എന്ന് അല്ലാഹു പറയും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് വായിക്കാൻ കഴിയും. മൻ വുക്കില ഇലാ ഗൈരില്ലാഹി തറക്തുഹു വശിർക്കുഹു, അല്ലാഹുവല്ലാതെ മറ്റൊരാളിൽ തവക്കുലാക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ തറക്തുഹു, ഞാൻ അവനെ വിടും. ഞാൻ അവനെ മാത്രമല്ല വശിർക്കുഹു, അവന്റെ ആ ശിർക്കിനെയും ഞാൻ വിടും. ഏതാ ശിർക്ക്? അല്ലാഹു അല്ലാത്തവരെ തവക്കുലാക്കുക, അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷയർപ്പിക്കുക, അല്ലാഹു അല്ലാത്തവരുടെ കുരുത്തവും പൊരുത്തവും പ്രതീക്ഷിക്കുക, അല്ലാഹു അല്ലാത്തവരെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് പലതും നേടാനുണ്ട് എന്ന് ചിന്തിച്ച് അവിടേക്ക് സിയാറത്ത് പോവുക, അവിടേക്ക് നേർച്ച വഴിപാടുകൾ നടത്തുക. അത്തരം സമ്പ്രദായങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ശിർക്ക് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ശിർക്ക് എന്നാണ് എന്ന് ഈ ഉമ്മത്ത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, സത്യവിശ്വാസിയുടെ ജീവിതം പൂർണ്ണമായും അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ടാവണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാ വതവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്നെ
എന്റെ കാര്യങ്ങളെ, എന്റെ കുടുംബത്തെ, എന്റെ കുട്ടികളെ, എന്റെ വീടിനെ, എന്റെ സൗകര്യങ്ങളെ, എന്റെ സമ്പ്രദായങ്ങളെ, ഞാൻ സഞ്ചരിക്കുന്ന വണ്ടിയെ അല്ലാഹുവിൽ തവക്കുലാക്കി അല്ലാഹുവിനെ ഏൽപ്പിച്ചു. എന്താ കാരണം? വല ഹൗല വല ഖുവത ഇല്ലാ ബില്ലാ. ഞാൻ വിചാരിച്ചാൽ ഈ ദുനിയാവിൽ ഒരു കാര്യവും നടത്താൻ എനിക്ക് സാധിക്കുകയില്ല, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ശക്തിയുമില്ല, ഒരാളെ കൊണ്ടുമില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ എന്നൊരാൾ മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞ് പുറത്തിറങ്ങിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അവനെ പിടികൂടുവാൻ നിൽക്കുന്ന പിശാച് പറയുമെന്ന്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട് ഇമാം അബൂദാവൂദിന്റെയും ഇമാം തുർമുദിയുടെയും സ്വഹീഹുകളിൽ വന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട്, അപ്പോൾ അവരെ പിടികൂടുവാൻ വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്ന പിശാച് പറയും, ലഖദ് ഹുദീത, നീ സന്മാർഗത്തിലായി പോയി, വഖുഫീത, നിനക്ക് മതിയായ ഒരു സംരക്ഷകനെ കിട്ടി, വബുഖീത, നിനക്ക് നീ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. ഞാനും നീയും തമ്മിൽ ഈ യാത്രയിൽ ഒരു ബന്ധവുമില്ല, എനിക്ക് നിന്നെ സ്വാധീനിക്കാൻ കഴിയില്ല. വതനഹാ അൻഹു ശൈത്താൻ, പിശാച് അവനിൽ നിന്ന് മാറി നിൽക്കും. അബൂദാവൂദിൽ കുറച്ചുകൂടെ വിശദമായിട്ട് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, പിശാച് തന്റെ കൂട്ടാളിയായ പിശാചിനോട് പറയുമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാം, നിനക്ക് എന്ത് സാധിക്കും? കൈഫലക ബിറജുലിൻ കൈഫലക ബിറജുലിൻ ഖദ് ഹുദിയ വഖുഫിയ വവുഖിയ, നിനക്കിനി അയാളെ സ്വാധീനിക്കാൻ എങ്ങനെ കഴിയുമടോ? അയാൾ സന്മാർഗത്തിലായല്ലോ, അയാൾ രക്ഷപ്പെട്ടുവല്ലോ, അയാൾക്ക് സംരക്ഷകരെ കിട്ടിയല്ലോ, നിനക്കിനി എന്ത് സാധിക്കും? അതുകൊണ്ട് നമുക്ക് നമ്മുടെ പാട് നോക്കി പോകാം എന്ന് പിശാച് പറയും എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് രണ്ട് സംഗതികൾ കൂടി നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടതുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവക്കുലിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് ലൗ അന്നക, ഒരു ഉദാഹരണമാണ്, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു തയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനായന. ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി, നിങ്ങൾ അല്ലാഹുവിൽ യഥാർത്ഥത്തിലുള്ള തവക്കുൽ അർപ്പിക്കുന്നവരാണ് എങ്കിൽ ലറസഖകും, നിങ്ങൾക്ക് ഉപജീവനം നൽകപ്പെടും, നിങ്ങൾക്ക് വരുമാനം നൽകപ്പെടും, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ, വ്യക്തമായ രൂപത്തിൽ അത് സഫലമായി തീരും. എങ്ങനെയാണ് റസൂൽ ഉദാഹരണം പറഞ്ഞതറിയോ? കമാ യർസുഖു തയ്ർ, പക്ഷികൾക്ക് ഉപജീവനം നൽകപ്പെടുന്നത് പോലെ, തഗ്ദു ഖിമാസ, എവിടെ ഭക്ഷണമുണ്ടാകും, എവിടെ ധാന്യമുണ്ടാകും, എവിടെ പഴവർഗ്ഗങ്ങൾ ഉണ്ടാകും എന്ന ഒരു മുൻധാരണയുമില്ലാതെ അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് അവ ഇറങ്ങിപ്പോവുകയാണ്. എങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്? ഖിമാസ, ഒട്ടിയ വയറുമായി. പക്ഷേ ആ തവക്കുലിന്റെ ഫലമായി അല്പസമയത്തിന് ശേഷം അവ തിരിച്ചു കയറുന്നത് വതറൂഹു ബിതാന, നിറഞ്ഞ വയറുമായാണ് എന്ന് നിങ്ങൾ കാണുന്നതല്ലേ. അതുപ്രകാരം നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷിതാവിൽ തവക്കുലാക്കിയാൽ നിങ്ങളുടെ കാര്യങ്ങൾ നിറവേറും എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്കറിയാമല്ലോ. യാത്രക്കിടയിൽ മരുഭൂമിയിൽ ഒരിടത്ത് സ്വന്തം വാള് ഒരു മരത്തിന്മേൽ തൂക്കിയിട്ട് അതിന് ചുവട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഭവിക്കേണ്ടി വന്ന ഒരു സംഗതി നോക്കൂ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഗസ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബല നജ്ദ്, നജ്ദിന് നേരെയുള്ള ഒരു പടയെടുപ്പ് യാത്രയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. ഫലമാ ഖഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖഫല മഅഹും, സ്വഹാബത്തു നബിയുടെ കൂടെ പോയി. ഫഅദ്റകഹുതുൽ ഖായില ഫി വാദിൻ കതീരിൽ ഇലായി, അവർക്കൊരു മരുഭൂമിയിലെ ഒരു താഴ്വരയിലെത്തിയപ്പോൾ വിശ്രമിക്കണമെന്ന് തോന്നി. ഫനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങി. വതഫറഖ നാസു ഫിൽ ഇലായി യസ്തദില്ലൂന ബിശ്ശജറ, മരങ്ങൾക്കിടയിൽ അവിടെ പടപടക്കെയായി സ്വഹാബത്ത് പിന്നെ അവിടെയും ഇവിടെയും മാറിയിരുന്ന് വിശ്രമിച്ചു കൊണ്ടിരുന്നു. വനസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹത സമറ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരച്ചുവട്ടിലിരുന്നു. ഫഅല്ലക ബിഹാ സൈഫഹു, ആ മരത്തിൽ സ്വന്തം വാള് കെട്ടിവെച്ചു. വനിംനാൻ ഉമ്മത്തൻ, ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ ഫൈദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഊനാ, കുറച്ചു കഴിഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിളിക്കുന്നു. ഫജിനാഹു, ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഫൈദാ ഇൻദഹു അറാബിയുൻ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ
ലജ്ജാനുബാഹുവായ ഒരു അഅറാബി നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ഹാദാ ഇഖ്തറത അലയ്യ സൈഫി വ അന നായിം. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ മനുഷ്യൻ എന്റെ വാള് സൂത്രത്തിൽ തട്ടിയെടുത്ത് എന്റെ കഴുത്തിൽ കുത്തിവെച്ച് ഫസ്തൈഖൽതു, എന്നെ വിളിച്ചുണർത്തി. മൂർച്ചയേറിയ ആ വാൾ എന്റെ കഴുത്തിൽ കുത്തിവെച്ച് അയാൾ എന്നോട് ചോദിച്ചു, ആരാണ് മുഹമ്മദേ നിന്നെ എന്റെ ഈ വാളിൽ നിന്ന് രക്ഷപ്പെടുത്തുക? ഖുൽതു അല്ലാഹ്. നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുഖഭാവത്തിൽ നിന്ന് അയാൾക്ക് പേടി തോന്നുകയും അയാളുടെ കൈ വിറക്കുകയും വാള് താഴെ വീഴുകയും ചെയ്തു എന്നാ? ആണോ? അല്ല. ഫഖുൽതു അല്ലാഹ്, എന്നെ അല്ലാഹു സംരക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ചു പറഞ്ഞു. പിന്നീട് അയാൾക്ക് ഇളകാൻ സാധിച്ചില്ല. അയാളുടെ കയ്യിൽ നിന്ന് ആ വാള് താഴെ വീണു. അത് ഞാൻ എടുത്തു. അയാളോട് ഞാൻ ചോദിച്ചു, മയ്യംനഉക മിന്നി, നിന്നെ ഇനി ആരാണ് ഞാൻ എന്നിൽ നിന്ന് രക്ഷിക്കുക? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് അൻത ലൈസ കമിസ്ലി, മുഹമ്മദേ നീ എന്നെ പോലെയല്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ചില സംഗതിയുള്ളത്. മക്കാ മുശ്രിക്കുകളുടെ ഉപദ്രവത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയപ്പോൾ അവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടേണ്ടി വന്ന ഏറ്റവും ശക്തന്മാരായ എതിരാളികൾ മുനാഫിക്കുകളായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അവർ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ പ്രതിസന്ധികളൊക്കെ നിലനിർത്തിക്കൊണ്ട് അവരുടെ കഷ്ടം, അവരുടെ ശല്യം ഒഴിവാക്കാൻ കഴിയാതെ വന്നപ്പോൾ സ്വഹാബത്തിനോട് രക്ഷാമാർഗം എന്ന രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ട്. അതെന്താണെന്നറിയോ? ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. നിങ്ങൾ എന്തു പറഞ്ഞാലും, നിങ്ങൾ എന്തു പേടിപ്പിച്ചാലും ഞങ്ങൾക്ക് ഒരാപത്തും ബാധിക്കുകയില്ല. മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ട ഒരായത്താണ് സൂറത്ത് തൗബയുടെ 51 വചനം. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു വല്ലതും ഞങ്ങൾക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ നിങ്ങൾ ആര് വിചാരിച്ചാലും നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ഉപദ്രവവും ഉണ്ടാവുകയില്ല. ഹുവ മൗലാന, ആ റബ്ബുണ്ട് ഞങ്ങൾക്ക് രക്ഷിതാവായി, കൈകാര്യകർത്താവായി. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കുവിൻ. എവിടെയാണ് തവക്കുൽ ചെന്ന് നിൽക്കുന്നത്? എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ വേറൊരാളും എന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയില്ല, അവൻ തീരുമാനിച്ചതല്ലാതെ എനിക്ക് വരികയില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ ഒട്ടകപ്പുറത്തിരുത്തി യാത്ര ചെയ്യുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില വചനങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ. യാ ഗുലാം ഇന്നി മുഅല്ലിമുക ബികലിമാത്തിൻ ഇഫ്അൽഹുന്ന. മോനെ കുഞ്ഞേ, ഞാൻ നിനക്ക് ചില സംഗതികൾ പഠിപ്പിച്ചു തരാം, നീ അത് മനസ്സിലാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ആ വചനങ്ങളിൽ അതിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ കഴിയും, വഅലം, നീ മനസ്സിലാക്കണം മോനെ, അന്നൽ ഉമ്മത ലവിജ്തമഉ അലാ യൻഫഉക ബിശൈഇൻ ലാ യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക. മോനെ, ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും കൂടിയിട്ട് നിനക്കൊരു ഉപകാരം വരുത്തുവാൻ അവർ കൂട്ടമായി തീരുമാനിച്ചു, കൂട്ടമായി പരിശ്രമിച്ചു. നടക്കില്ല മോനെ, നടക്കില്ല, അവർക്കതിന് സാധിക്കില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക. അല്ലാഹു ആ കാര്യം നിനക്ക് വെച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട് എങ്കിലല്ലാതെ. ആ മനുഷ്യന്മാരൊക്കെ കൂടെ കൂടിയിട്ട് നിനക്കൊരു അത്യാപത്തുണ്ടാക്കുവാൻ വേണ്ടി അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു എന്ന് വെച്ചാലും നീ പേടിക്കേണ്ടതില്ല മോനെ. അവർക്ക് നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല, നിനക്ക് യാതൊന്നും വരുത്തുവാൻ സാധിക്കുകയില്ല. ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹുല്ലാഹു ലക. ആ ആപത്ത് അല്ലാഹു നിനക്ക് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലല്ല
ഇല്ലാതെ നിനക്കത് വരുത്തുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിൽ നാം നിലകൊള്ളാൻ വിധിക്കപ്പെട്ടവരാണ് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അശ്റഫുൽ ഖൽഖ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. 70,000 ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എനിക്ക് ഒരു സ്വപ്നത്തിൽ ഒരു വഴിയിൽ സർവ്വ കഴിഞ്ഞുപോയ സമുദായങ്ങളെയും കാണിക്കപ്പെടുകയുണ്ടായി. അവർ മഹ്ശറിലേക്ക് വരുന്നതും അവർ സ്വർഗലോകത്തേക്ക് വരുന്നതും എനിക്ക് കാണിക്കപ്പെടുകയുണ്ടായി. അതിലൊരു നബി വന്നപ്പോൾ ഒരാളെ ഉള്ളൂ അദ്ദേഹത്തോടൊപ്പം, മറ്റൊരാൾ വന്നപ്പോൾ 2 ആളെ ഉള്ളൂ, വേറെ ഒരു നബി വന്നപ്പോൾ കുറച്ചധികം ആളുകളുണ്ട്, പിന്നെ ഒരാൾ വന്നപ്പോൾ ഒരു കറുത്ത പക്ഷിക്കൂട്ടം പറക്കുന്നത് പോലെ മേഘക്കൂട്ടത്തിന്റെ അത്രയും കറുപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് അതിന്റെ ആൾക്കാരായിരിക്കുമെന്ന്. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു അതാരാണെന്ന്. അത് മൂസാ നബിയുടെ ആളാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ടീം വന്നു, അത് കണ്ടമാനം ആളുകളുണ്ടായിരുന്നു. അവിടെ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അതാരാണ് എന്ന്. ഫഖീലലി ഹാദിഹി ഉമ്മത്തുക, അത് മുഹമ്മദ് നബിയെ താങ്കളുടെ ഉമ്മത്താണ്. ആ കൂട്ടത്തിൽ വമഅഹും 70,000 യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബ്. ആ ഉമ്മത്തിന്റെ കൂടെ 70,000 ആളുകളുണ്ട്. ലാ യദ്ഖുലൂനൽ ജന്നത, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത് യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ, വിചാരണയോ വലാ അദാബിൻ, ശിക്ഷയോ ഇല്ലാതെയാണ്. വിചാരണയോ ശിക്ഷയോ ഇല്ലാതെ 70,000 ആളുകൾ ഈ ഉമ്മത്തിൽ നിന്ന് സ്വർഗപ്രവേശനം നേടും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയുണ്ടായി അവരാരാണ്? ചിലർ പറയുകയുണ്ടായി ഉലൈകല്ലദീന യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബിൻ വലാ അദാബിൻ ഫലഅല്ലഹുമുല്ലദീന സ്വഹിബു റസൂലല്ലാഹ്, അത് സ്വഹാബത്തായിരിക്കും എന്ന്. വഖാല ബഅദുഹും ഫലഅല്ലഹുമുല്ലദീന വുലിദു ഫിൽ ഇസ്ലാം, മറ്റു ചിലർ പറഞ്ഞു അവർ ഇസ്ലാമിൽ മാതാപിതാക്കളൊക്കെ മുസ്ലിമീങ്ങളായി ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ചെയ്യാൻ അവസരം കിട്ടാത്തവരായിരിക്കും. വലം യുശ്രികു ബില്ലാഹി ശൈഅ വദക്കറു അശിയാ, അങ്ങനെ അവർ ആ വിചാരണ വേണ്ടാത്ത 70,000 ആളുകളുടെ ഗുണഗണങ്ങളായി പലതും പറയുകയുണ്ടായി. അപ്പോൾ ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, ഫഖാല മല്ലദീ തഖൂലൂന ഫീഹി, എന്താ ഇവിടെ ഒരു ബഹളം, എന്താ ഒരു വഴക്കം, എന്താ ഒരു ഒച്ചയും വിളിയും, എന്താ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ചോദിച്ചറിയണ്ടല്ലോ. ഫഅഖ്ബറുഹു, അവർ പറഞ്ഞു നബിയെ നിങ്ങൾ നേരത്തെ ഇങ്ങനെ പറഞ്ഞ 70,000 ആൾക്കാർ ആരെ ഇരിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചർച്ച ചെയ്യാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, അത് നിങ്ങൾ ഇത്ര ചർച്ച ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഹുമുല്ലദീന ലാ യർഖൂൻ, ഞാനൊരു വിവാദം തുടങ്ങി ഉക്കല്ലട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ 70,000 ആൾക്കാരെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഗുണം പറഞ്ഞപ്പോ എന്താ പറഞ്ഞതോ, ഹുമുല്ലദീന ലാ യർഖൂൻ, അവർ മന്ത്രിക്കാത്ത ആളുകളാണ്. വലാ യസ്തർഖൂൻ, മന്ത്രിപ്പിക്കുകയുമില്ല. അത് മാണെന്ന് അറിഞ്ഞിട്ട് അപ്പൊ തിരക്ക് ഇവിടെ അല്ലേ, അത് മാണം. അത് ജായിസാണോ ഗൈറ് ജായിസാണോ അതിന് റുഖ്യ ശറയ്യ അതൊരു പേരിട്ടിട്ട് നമ്മളെ ആൾക്കാർക്ക് വെട്ടാനും കുത്താനും ചവിട്ടാനും അടിക്കാനും ഒക്കെ പറഞ്ഞാൽ റമദാൻ മാസമായിട്ട് വിവാദം ഉണ്ടാക്കാൻ വന്നതാന്ന് പറഞ്ഞിട്ട് ക്ലാസ് നടത്താൻ വന്നത് ഇങ്ങനെ ആവരുതെന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഒച്ചയും വിളിക്കുണ്ടാക്കും. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകാൻ അനുഗ്രഹിക്കപ്പെട്ട സത്യവിശ്വാസികളുടെ ഗുണഗണമായി അശ്റഫുൽ ഖൽഖ് പഠിപ്പിച്ച മുത്തഫക്കായ പരമ്പരയിലൂടെ വന്ന പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങി വെച്ച റിപ്പോർട്ടാണ് പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീനിലെ അധ്യായം നോക്കിയാണ് വായിക്കുന്നത്. മനഃപൂർവ്വമാണ് ഞാനത് കൊണ്ടുവന്നത്. അവിടെ ഇവിടെ നോക്കിയിട്ട് മൂപ്പർ എന്തൊക്കെയോ പറഞ്ഞു പോയി എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, വഹുമുല്ലദീന ലാ യർഖൂൻ, അവർ മന്ത്രിക്കാത്തവരാണ്. വലാ യസ്തർഖൂൻ, അവർ മന്ത്രിപ്പിക്കുകയുമില്ല. മന്ത്ര ഇസ്ലാമിലുണ്ട്, മന്ത്രിപ്പിക്കാൻ അനുവദിച്ചതുണ്ട്. പക്ഷേ സൂക്ഷ്മതയുടെ ഭാഗമായി അതും കൂടി അവർ ചെയ്യുകയില്ല. അതെങ്ങാനും വസീലത്തുന്നില്ല, ബാക്കി അറിഞ്ഞിട്ടാണല്ലോ ഇവിടെ വന്നത് പുതിയൊരു കാറ്റഗറി ആയിട്ട് അല്ലേ. അതുപോലെ ഇത് അതിലേക്കുള്ളൊരു വസീല എങ്ങാനും ആയാലോ, ഈ ഉസ്താദ് ഊതിയിട്ട് മാറുന്നില്ലെങ്കിൽ അപ്പുറത്ത് തലീക്കെട്ടും തൊപ്പിയൊക്കെ ഉള്ള വേറൊരാളുണ്ട്, അതിന്റെ അപ്പുറത്ത് ഈ വർഗത്തിൽ തന്നെ പെടാത്തവരുണ്ട്. എല്ലാം മന്ത്രം തന്നെയല്ലേ, ഓല് മന്ത്രിച്ചിട്ടും മാറുന്നില്ലേ എന്നൊരു പോക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ബാബൻ അവർ തുറക്കൂല. ഏത് ബാബ്? ശിർക്കിന്റെ ബാബല്ല, മന്ത്രത്തിന്റെ ബാബ്. ലാ യർഖൂൻ,
അവർ മന്ത്രിക്കുകയില്ല, വലാ യസ്തർഖൂൻ അവർ മന്ത്രിപ്പിക്കുകയുമില്ല, വലാ യതതയ്യറൂൻ അവർ ശകുനം നോക്കുകയുമില്ല. പിന്നെയോ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, വഅലാ റബ്ബിഹിം യതവക്കലൂൻ അവർ സർവവും എന്താണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും റബ്ബിന്റെ വിധിയാണ്. റബ്ബ് തീരുമാനിക്കും, റബ്ബിനോട് പ്രാർത്ഥിക്കാം, റബ്ബിൽ ഏൽപ്പിക്കാം. റബ്ബല്ലാതെ ആരാണ്? എന്തിനാണ് റബ്ബല്ലാതെ വേറെ ഒരു കേന്ദ്രം എന്നവർ ചിന്തിച്ചു പോകും. അത് കേട്ടപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബി വര്യൻ ഉക്കാശ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഉദുഉല്ലാഹ യജഅലനി മിൻഹും, അല്ലാഹുവേ റസൂലേ ആ 70,000 ആളുകളിൽ ഉൾപ്പെടാൻ അല്ലാഹുവോട് ഞാൻ ഉൾപ്പെടണമെന്ന് അങ്ങൊന്ന് പ്രാർത്ഥിച്ചാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മിൻഹും താങ്കൾ അവരിൽ ഉൾപ്പെടും. വേറെ ഒരാളെ കൂടി അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ഒരു പ്രാർത്ഥനയ്ക്ക് എനിക്ക് അവകാശമുണ്ടായിരുന്നുള്ളൂ, അത് ഉക്കാശ നേടിയെടുത്തു. ഞാൻ ഇതിങ്ങനെ വായിച്ച എന്തിനറിയോ? ഹദീസ് പകുതി കഴിക്കുന്ന മുക്കീന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാ. അതും കൂടെ കഴിഞ്ഞിട്ടാണ് മുത്തഫഖുൻ അലൈഹി എന്ന കോളമുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കി വെക്കേണ്ടത് സൂറത്ത് തൗബയിലെ 51-ാമത്തെ ആ വചനമാണ്. അല്ലാഹു വല്ലതും തീരുമാനിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ അതല്ലാതെ ഞങ്ങൾക്ക് സംഭവിക്കുകയില്ല, അതല്ലാണ്ട് ഞങ്ങൾക്ക് വരികയില്ല, അതല്ലാതെ ഞങ്ങൾക്ക് ബാധിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, 40 കൊല്ലക്കാലം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ കാണാതെ നിലവിളിച്ച് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ഇളയവനായ ബിന്യാമീനിനെ കൂടി കാണാതായ സന്ദർഭത്തിൽ ആ കരച്ചിലിന്റെ ആഴം വർദ്ധിച്ചപ്പോഴും മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പറയാനുള്ളത്, വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവാണ് സഹായിക്കാനുള്ളത്. ഞാൻ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, മോമിനീങ്ങളെ നിങ്ങളുമൊക്കെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവേൻ. അങ്ങനെ നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ അല്ലാഹു പറഞ്ഞത്, വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, അല്ലാഹുവിൽ തവക്കുലാക്കാൻ ഒരാൾ തയ്യാറായാൽ അവന്റെ സർവകാര്യങ്ങളും നിറവേറ്റുവാൻ അല്ലാഹു മതി. കാരണം എന്താ? ഇന്നല്ലാഹ ഗാലിബുൻ അലാ അംരിഹി, അല്ലാഹു താൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ച രൂപത്തിൽ നടപ്പാക്കുവാൻ ശേഷിയും ശേമൂസിയുമുറ്റ ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ, സർവശക്തനാണ് എന്ന തിരിച്ചറിവ് ഈ ഉമ്മത്തിനുണ്ടാകുമ്പോൾ അവരുടെ പ്രാർത്ഥന, അവരുടെ ഭയം, അവരുടെ പ്രതീക്ഷ, അവരുടെ സ്വപ്നം, അവരുടെ ഭാവന, അവരുടെ ആഗ്രഹം, അവരുടെ സർവ്വതേട്ടങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ സങ്കടങ്ങളും അവർക്ക് ബോധിപ്പിക്കുവാനുള്ള കേന്ദ്രം, അവർക്ക് ഉറങ്ങാനുള്ള കേന്ദ്രം. ഉറക്കത്തിൽ അതാണല്ലോ പറഞ്ഞത്, ലാ മൽജഅ വലാ മൻജ മിൻക ഇല്ലാ ഇലൈക്, അല്ലാഹുവേ ഞങ്ങൾക്കൊരു രക്ഷാ കേന്ദ്രം, ഞങ്ങൾക്കൊരു അഭയ കേന്ദ്രം നീയല്ലാതെ ഇല്ല എന്നതാണ് ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞല്ലേ നമ്മൾ ഉറങ്ങാൻ കൽപ്പിക്കപ്പെട്ടത്, ഉണരാൻ കൽപ്പിക്കപ്പെട്ടതും അങ്ങനെയല്ലേ. വബിക അർഫഉ ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉ അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വബിക അർഫഉ, അല്ലാഹുവേ നിന്റെ കൃപാകടാക്ഷം കൊണ്ട്, നിന്റെ തുണയിൽ, നിന്റെ കുരുത്തവും പൊരുത്തവും, നിന്റെ സഹായവും, നിന്റെ അനുഗ്രഹവും, നിന്റെ കൽപ്പനാധികാരവും, നിന്റെ അനുവാദവും കൊണ്ടാണ് ഞാൻ ഉണർന്നെഴുന്നേറ്റത്. ഞാൻ ഉറങ്ങുന്നതും നിന്റെ അരികിൽ തന്നെയാണ്. എന്റെ ശരീരം ഞാൻ വെക്കുന്നത് നിന്നിൽ പ്രതീക്ഷയർപ്പിച്ചാണ്. നീയല്ലാതെ എനിക്ക് രക്ഷയില്ല. ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സുബഹിന്റെ പള്ളിമിനാരത്തിൽ നിന്ന് മുസൽമാൻ ആദ്യം കേൾക്കുന്നത് അല്ലാഹു അക്ബർ. അതേ പള്ളിമിനാരത്തിൽ നിന്ന് രാത്രിയിൽ അവസാനം കേൾക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എവിടെയാണ് അതിനിടയിൽ ഒരു ശിർക്കിന് സമയം? എവിടെയാണ് അവിടെ ഒരു ശിർക്കിന് അതിനിടയിൽ ശിർക്കുമായി ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യത്തിൽ എവിടെയാണ് സാധ്യത എന്ന് മുസൽമാൻ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാറുക, മടങ്ങുക, കൃത്യമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാഹുവിനെ വിട്ടൊരു കളി നമുക്ക് വേണ്ട. അത്തരം ഒരു വിടൽ, ഒരു വഴിമാറ്റം നരകത്തിലേക്കുള്ള വഴിയാണ് എന്ന് തിരിച്ചറിയുക. അല്ലാഹുവിൽ തവക്കുലാക്കി ശീലിക്കുക.
ഏതൊരു കാര്യവും എത്ര ചെറുതാവട്ടെ അല്ലാഹുവോട് പറയാൻ ശീലിക്കുക. ഇന്നമാ അസ്കു ബത്തി വഹസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ ദുഃഖവും എൻ്റെ വേദനയും എൻ്റെ സങ്കടവും എൻ്റെ പ്രയാസവും എൻ്റെ വിഷമവും അല്ലാഹുവോടാണ് പറയുന്നത് എന്ന് പഠിപ്പിച്ച മുൻഗാമിയായ മഹാരഥന്മാരായ പ്രവാചകന്മാരാണ് നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ മാതൃകാ പുരുഷന്മാരും നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതിരൂപങ്ങളും എന്ന് നാം തിരിച്ചറിയുക. എന്നിട്ട് അത് പരിമിതപ്പെടുത്തുക, പരിചയപ്പെടുക, പ്രചരിപ്പിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസപരമായ സർവ്വ വൈകൃതങ്ങളിൽ നിന്നും സർവ്വ വൈകല്യങ്ങളിൽ നിന്നും സർവ്വ വ്യതിയാനങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. തൗഹീദിന്റെ പാശത്തിൽ നിന്ന് ഒരു കാരണവശാലും ഒരിക്കലും പിടിവിടാതെ ജീവിക്കുവാനും മരിക്കുവാനും തഖ്വയാർന്ന് ജീവിച്ചവരുടെ കൂടെ സ്വർഗപ്രവേശനം സാധ്യമാകുവാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ദീർഘിപ്പിച്ച് നൽകി അല്ലാഹു നമുക്ക് അവന്റെ തൃപ്തി നേടിയെടുക്കുവാൻ അവസരം നൽകുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അല്ലാഹു നമുക്ക് ഏവർക്കും ദൂരീകരിച്ച് തരുമാറാവട്ടെ. വിശ്വാസത്തോടുകൂടി തൗഹീദോടുകൂടി മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് റഹ്മാനായ റബ്ബ് അവരുടെ പാപങ്ങൾ മാപ്പാക്കി കൊടുക്കുകയും അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും ആ കബറിടങ്ങളെ പ്രകാശപൂർണമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ അവരോട് ഒരുമിച്ച് ജീവിക്കുവാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമളാനിന്റെ മഹത്തായ അനുഗ്രഹീതമായ സമയങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി നന്മകൾ സ്വാംശീകരിക്കുവാനും സ്വാംശീകരിച്ച നന്മകൾ ജീവിതത്തിൽ നിലനിർത്തുവാനും ആ നിലനിർത്തുന്ന നന്മകളുടെ ഉടമകളായി നാളെ പരലോകത്ത് നിന്നെ കണ്ടുമുട്ടുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ. സുബ്ഹാനെ അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലിൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ വഅജ്ർ വാലിദീനാ വഅഖ്ലിനാ من النار. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وأزواجنا وأولادنا وإخواننا وعشيرتنا وأصدقائنا من النار. اللهم اشفي أمراضنا وأمراض مرضانا يا شافي الأمراض. اللهم أحينا مسلمين وأمتنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا دعاءنا وقيامنا وصيامنا وصالح أعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وصلى الله وسلم على أشرف الخلق محمد الأمين وآله وصحبه أجمعين. الحمد لله رب العالمين.